നമസ്കാരം. ഇന്നലെ ഒരു മലയാളം ചാനൽ, അത്ര പ്രധാനപ്പെട്ട ചാനലൊന്നുമല്ല, ഒരുപാട് കാഴ്ചക്കാരൊന്നുമില്ല, അങ്ങനെ ഒരു നിഷ്പക്ഷ ചാനലാണ് എന്നൊന്നും ആർക്കും ആ ചാനലുമായി ബന്ധപ്പെട്ട അഭിപ്രായമില്ല. ജനം ടിവിയുടെ ഏകദേശം അടുത്ത് നിർത്താവുന്ന ഒരു ചാനലാണ്. ആ ചാനൽ അത്തരത്തിലൊരു വാർത്ത കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും ആ ചാനൽ പെട്ടെന്ന് ആളുകളെ ആകർഷിക്കാവുന്ന രീതിയിലുള്ള തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കൊടുത്ത് താലിബാൻ ഗവൺമെന്റിന്റെ പുതിയ നിയമം സ്ത്രീയെ തല്ലാം എല്ലുപൊട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത കൊടുത്തത്. ന്യൂസ് 18 എന്നാണ് ആ ചാനലിന്റെ പേര്. ആ ചാനൽ വളരെ വേദനയോടുകൂടിയാണ് സ്ത്രീകൾക്ക് എതിരെ ഉണ്ടാകുന്ന ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു അക്രമം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഈ താലിബാൻ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചായിരുന്നു ആ വാർത്ത അതിന്റെ തുടക്കം കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ശ്രദ്ധിച്ചത് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിനടിയിൽ വന്ന പ്രതികരണങ്ങളാണ്. ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ആ ചാനൽ അത്ര പ്രധാനപ്പെട്ട ചാനലൊന്നുമല്ല, ഒരുപാട് കാഴ്ചക്കാരൊന്നുമില്ല, ജനം ടിവിയുടെ തൊട്ടടുത്ത് നിർത്താവുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തപ്പോൾ അത് കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടായി, ആ വാർത്തക്കടിയിൽ പ്രതികരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായി. ആ പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് ചിലതൊക്കെ പറയണമെന്ന് തോന്നിയത്. ഇവിടെ ഈ ചാനലിൽ കൊടുത്ത വാർത്ത താലിബാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ താലിബാൻ പുതിയതായി കൊണ്ടുവന്ന നിയമം സ്ത്രീയെ തല്ലാം, എങ്ങനെ വേണമെങ്കിലും തല്ലാം, ഭർത്താവിന് ഭാര്യയെ തല്ലാം, എല്ല് മുറിയാൻ പാടില്ല, എല്ല് മുറിയാതെ തല്ലിയാൽ കേസില്ല എന്നതാണ് പുതിയ നിയമം എന്ന രീതിയിലൊക്കെയാണ് ഇവർ ആ വാർത്തയിലൂടെ പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്. എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ വാർത്ത ഞാനിവിടെ താലിബാനിലെ നിയമം എന്തൊക്കെയാണ് എന്നൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിനടിയിൽ വന്ന പ്രതികരണമാണ് എന്നെ കൊണ്ട് ചിലതൊക്കെ പറയാൻ പ്രേരിപ്പിച്ചത്. തീർച്ചയായും ആ വാർത്തക്കടിയിൽ വന്ന പ്രതികരണം ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊത്തത്തിലുള്ള രീതിയാണ്. സ്ത്രീക്കൊരു ഇവിടെ സ്വാതന്ത്ര്യവുമില്ല, സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണ്, അങ്ങനെയാണ് ഇവിടെ പ്രവാചകൻ കാണുന്നത്. പ്രവാചകൻ പഠിച്ച വഴികളിലൂടെയാണ് ഈ ഒരു വിഭാഗം മൊത്തത്തിൽ സഞ്ചരിക്കുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ്. ജനം ടിവിയുമായി ബന്ധപ്പെട്ട് അതിലെ വാർത്ത കാണുന്ന ആളുകൾ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും അങ്ങനെ പ്രതികരിച്ച ആളുകൾ അല്ലെങ്കിൽ ആ പ്രതികരണം കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ച ആളുകൾ അവരുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയാൻ തീരുമാനിച്ചത്. അതായത് ഇവിടെ സ്ത്രീയെ തല്ലാം, എല്ല് മുറിയാതെ തല്ലാം എന്നൊക്കെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അങ്ങനെ ഒരു നിയമം അവർക്കുണ്ട്, ആ നിയമം അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്, അതാണ് അവരുടെ വിശ്വാസം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയൊന്നില്ല. ഇവിടെ ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കുക, ഭാര്യയുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ അവൾ തെറ്റായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം സ്നേഹത്തോടുകൂടെ അവളെ ഉപദേശിക്കാൻ ശ്രമിക്കുക. ഉപദേശിച്ചത് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുക. പ്രതിഷേധം അറിയിച്ചിട്ടും അവൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല, അവൾ അവളുടെ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അവളോട് ആ പ്രതിഷേധം ശക്തിപ്പെടുത്തുക. അവളുടെ കൂടെ കിടക്കാതിരിക്കുക, ചുരുക്കി പറഞ്ഞാൽ കിടപ്പറ പങ്കിടാതിരിക്കുക. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ച് വീണ്ടും അവൾ അതേ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അവളെ തല്ലണം എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് തല്ലണം എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മുഖത്ത് തല്ലാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന് ഇവിടെ പലരും എന്തെങ്കിലുമൊക്കെ കേട്ടാൽ ആദ്യം അടിക്കുന്നത് മുഖത്താണ്. സ്ത്രീയുടെ മുഖത്ത് ഒരിക്കലും അടിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായി പറയുന്നത്. അതുപോലെ തന്നെ മുറിവ് പറ്റാൻ പാടില്ല, സ്ത്രീ അടിക്കുമ്പോൾ മുറിവ് പറ്റാൻ പാടില്ല. പിന്നെ നമുക്ക് സ്ത്രീയോടൊരു ദേഷ്യമുണ്ട്, നമ്മൾ പറഞ്ഞ് അത് കേൾക്കാതെ വരുമ്പോഴുള്ള ആ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മുടെ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി സ്ത്രീയെ തല്ലാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം? പ്രതീകാത്മകമായി തല്ലുക എന്നാണ് പറയുന്നത്. അങ്ങനെ തല്ലിയാൽ സ്ത്രീയുടെ ദേഹത്ത് മുറിവ് പറ്റാനോ എല്ല് മുറിയാനോ ഒന്നും സാധ്യതയില്ല. അതായത് തല്ലി നമ്മുടെ പ്രതിഷേധം അത് ശക്തമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി പ്രതീകാത്മകമായി സ്ത്രീയെ തല്ലുക, അല്ലാതെ സ്ത്രീയെ തല്ലി വേദനിപ്പിക്കാനോ പരിക്കേൽപ്പിക്കാനോ എല്ല് മുറിക്കാനോ മുഖത്തടിക്കാനോ പാടില്ല എന്നാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതല്ല ശരി എന്ന രീതിയിൽ മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും വിധമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിന്റെ തമ്പും അതുപോലെ തന്നെ ടൈറ്റിലും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ മറ്റൊരു വാർത്ത കൂടെ ഒരാഴ്ച മുമ്പ് ഇവിടെ ഈ മരംവെട്ട് ചാനൽ കൊടുത്തിരുന്നു, റിപ്പോർട്ടർ ചാനൽ. ഞാൻ അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയതാണ്. അതായത് ഇവിടെ കുല എന്ന് പറയുന്ന ഒരു നിയമം, അത് കുല എന്നൊക്കെ പറയുന്നുണ്ട്, കോടതി അങ്ങനെയാണ്, അല്ലെങ്കിൽ വക്കീലന്മാർ അങ്ങനെയാണ് ആ നിയമത്തെ കുറിച്ച് പറയുന്നത്. അതായത് സ്ത്രീക്ക് വേണമെങ്കിൽ ഭർത്താവിനെ കുല ചൊല്ലാം. കുല എന്ന് പറയുന്ന നിയമം ഉപയോഗിച്ച്, ഇസ്ലാമിക നിയമം ഉപയോഗിച്ച് ഇവിടെ വിവാഹമോചനം അത് സാധ്യമാക്കാം. അങ്ങനെ ഒരു വിവാഹമോചനം ഇവിടെ കണ്ണൂരിൽ നടന്നു. ആ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീ 10 ലക്ഷം രൂപ ഭർത്താവിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഹുല എന്ന് പറയുന്ന നിയമമൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സ്ത്രീക്ക് മറ്റൊരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിലൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ കുറ്റക്കാരാണ്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ ഇവിടെ ഈ മരംവെട്ട് ചാനൽ കൊടുത്ത വാർത്തയുമായി ബന്ധപ്പെട്ട് അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇവിടെ ഭാര്യ ഭർത്താവിനെ
ഉപേക്ഷിച്ചു, ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി. ഇസ്ലാമിക നിയമം അനുസരിച്ച് വിവാഹബന്ധം വേർപ്പെടുത്തിയതിന്റെ പേരിൽ കോടതി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിയുണ്ടായി എന്നതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അതിന്റെ തമ്പും ടൈറ്റിലും ഒക്കെ. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്, നാലാള് കാണുന്നതിന് വേണ്ടിയാണ്. അത്തരം മനോഗതിയുള്ള, അത്തരം ചിന്താഗതിയുള്ള ആളുകൾ, ഇവിടെ ഇസ്ലാമിക വിരുദ്ധർ കുറവൊന്നുമല്ല, അങ്ങനെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി തമ്പും ടൈറ്റിലും ഒക്കെ വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ന്യൂസ് 18 ചാനൽ ഇവിടെ താലിബാൻ ഗവൺമെന്റിന്റെ സ്ത്രീവിരുദ്ധ നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ അവർ വല്ലാതെ വാചാലരായത്. താലിബാന്റെ നിയമം എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ നിയമവുമായി ബന്ധപ്പെട്ട് അതാണ് അങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് പറഞ്ഞ് വാർത്ത ചെയ്തപ്പോൾ ആ വാർത്തക്കടിയിൽ പ്രതികരിച്ച ആളുകൾ ഇത് ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള കുഴപ്പമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞാൻ ഇത്രയെങ്കിലും പറയാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും, അതിനടിയിൽ പ്രതികരിക്കുന്ന ആളുകളും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലും അതുപോലെ തന്നെ പ്രതികരണങ്ങളിലും നിങ്ങൾ വീണുപോകരുത്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീണുപോകരുത് എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും പറഞ്ഞത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.